എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്ന് പറയുന്നതൊക്കെ വെറുതെ ആണ്. നാട്ടിൽ കിടന്ന് എല്ല് മുറിയെ പണിയെടുത്തിട്ട് പല്ല് മുറിയെ എനിക്ക് തിന്നാനുള്ള വകയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ല് മുറിയെ പണിയെടുക്കാതെ തന്നെ പല്ല് മുറിയെ തിന്നാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി ശരീരമൊക്കെ ഒന്ന് അനങ്ങി ഒന്ന് ജോലി ചെയ്തിട്ട് ഇന്ന് ഇച്ചിരി ജോലി കിട്ടിയതാ. ഈ പുറകെ കാണുന്ന ഈ സോക്കറ്റൊക്കെ ഉണ്ട്, ഈ പുറകെ കാണുന്ന സോക്കറ്റൊക്കെ ഒന്ന് കൺസീൽഡ് ചെയ്യണം. ഇപ്പോൾ വെച്ചിരിക്കുന്ന നല്ല ഓപ്പൺ ആയിട്ടാണ്, ഇതെല്ലാം PVC ബോക്സുകളാണ് വെച്ചിരിക്കുന്നത്, എല്ലാം ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നതാണ്. AC ഇവിടെ ഒരു പണ്ട് വിൻഡോ AC ഉണ്ടായിരുന്നു, അപ്പോൾ വിൻഡോ AC ക്യാൻസൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ഈ AC വെച്ചിട്ടുണ്ട്, സ്പ്ലിറ്റ് AC. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് നമുക്ക് കൊടുക്കണം. പണ്ട് ഇവിടെ ഒരു സോക്കറ്റ് സ്വിച്ചും വെച്ചിട്ട് അതിനകത്തോട് ഈ ഒരു വയർ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. വെറുതെ ഈ വയറെടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് കണക്ഷൻ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. നമുക്കിതിനെ കൺസീൽ ചെയ്തിട്ട് കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ടെക്നോളജികളൊക്കെ എത്ര മുന്നോട്ട് വളർന്നു പോയെങ്കിൽ നമ്മൾ ഈ ചുറ്റയും ഉളിയും വെച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലൊന്നും എത്ര വലിയ മെഷീൻ എടുത്ത് വെച്ച് അടിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മൾ ഈ ചുറ്റയും ഉളിയൊക്കെ ഇട്ട് അടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. അത് നമ്മൾ നാട്ടിലേക്ക് നമ്മൾ ഡെയിലി ചെയ്ത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് ചെയ്യാനുമില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള പണികളൊന്നും കിട്ടുന്നതുമില്ല. പിന്നെ ഇങ്ങനെയുള്ള കിട്ടുന്ന വർക്ക് സമയത്ത് നമ്മൾ മെഷീനൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ആ ഒരു ഫീല് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഈ ചുറ്റിയും ഉളിയൊക്കെ വെച്ച് ഇപ്പോഴും അടിച്ചു തുടങ്ങുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് വൃത്തിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റിയത്. അത് ആളെ 3 സോക്കറ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നീട് ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ പിന്നെ 1 സോക്കറ്റ് സ്വിച്ച് മാത്രമായിട്ട് മാറ്റി കേട്ടോ. കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.